സിഹർ, കണ്ണേർ, എല്ലാ പൈശാചികമായ ഷർറുകളും നമുക്കൊന്ന് ബാത്തിലായി കിട്ടും. പരിപൂർണമായി ബാത്തിലായി ജീവിതത്തിൽ വലിയ റാഹത്തും അഭിവൃദ്ധി ഉണ്ടാവും. ഈ അമല് ചെയ്ത സമയത്ത് വലിയ റാഹത്തായി തങ്ങളെ എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. ധാരാളം ആളുകൾക്ക് ഉത്തരം കിട്ടിയ ഒരു അമലാണ്. നിന്റെ സകല പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും ഈ അമല് കൊണ്ട് നീങ്ങും. സിഹർ ചെയ്ത് ആരാണോ അവർ നിന്നിലേക്ക് അടുക്കുക തന്നെ ചെയ്യും. ഈ അമലൊന്ന് ചെയ്തു നോക്ക്. ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച, ഉത്തരം കിട്ടിയ മുജറബായിട്ടുള്ള അമൽ ഒന്ന് ചെയ്തു നോക്ക്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ധാരാളം ആളുകൾ സങ്കടം പറഞ്ഞ, പൊട്ടിക്കരഞ്ഞ് വിഷമങ്ങൾ പറഞ്ഞൊരു വിഷയമാണ് പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങൾ. സിഹർ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ, കണ്ണേർ സംബന്ധമായ പ്രയാസങ്ങളുള്ളവർ, നാപ്പല സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ, പ്രാക്ക് സംബന്ധമായ പ്രയാസങ്ങളുള്ളവർ, മറ്റുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നിരന്തരം സമീപിക്കാറുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മുജറബായിട്ടുള്ള അമൽ, ധാരാളം ആളുകൾക്ക് ഉത്തരം ലഭിച്ച അമൽ, നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റിയൊരു അമൽ. ഈ അമലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഏത് ശത്രുവിനേക്ക് സിഹർ ചെയ്ത ശത്രു, അത് ഏത് കൊലകൊമ്പനാണെങ്കിലും, നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അവൻ നിന്റെ കാൽ കീഴിൽ വരും. അങ്ങനെ പറഞ്ഞാൽ നിന്നോടടുക്കും, അവൻ റാഹത്താവും, അവന്റെ ശത്രുത അവനിൽ നിന്ന് വിട്ടുപോകും. എല്ലാം കൊണ്ടും റാഹത്താകുന്ന അത്ഭുത ഫലമുള്ള അമലാണ്. കാരണം നിങ്ങളെ സിഹർ ബാത്തിലാവും ചെയ്യും. ആരാണോ സിഹർ ചെയ്തത് അവനിലേക്ക് അടുത്തു വരും റാഹത്തായ നിലയിൽ. പിന്നെ ആ ശത്രു നിനക്ക് പേടിക്കണ്ടല്ലോ. ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്, ആരാണ് ഞങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങൾ ചെയ്തു വെച്ചത്, ഇത്തരം ബുദ്ധിമുട്ടുകൾ ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നവർ, അന്വേഷിക്കുന്നവരുണ്ട്. ഇനി അതൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട, ഈ അമല് ചെയ്താൽ മതി. അവൻ എന്നിലേക്ക് അടുക്കും. നിന്റെ സിഹർ ബാത്തിലാകും, നിന്റെ കണ്ണേർ ബാത്തിലാകും, നിന്റെ നാപ്പലം ബാത്തിലാകും, നിനക്കാര് പ്രാക്കുണ്ടെങ്കിലും, ആരുടെ പ്രാക്കുണ്ടെങ്കിലും അത് ബാത്തിലാവും. പൈശാചികമായിട്ടുള്ള അവസ്ഥകൾ നിന്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകും. ഇത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടാണ് ഈ ഒരു അമല് നമ്മൾ ചെയ്യുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നിങ്ങൾ എവിടേക്കും പോകണം മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുണ്ട്. നിനക്കുള്ള മരുന്ന് അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുണ്ട്. അത് വെച്ച് നിങ്ങൾ മന്ത്രിക്കുക. വേറെ എങ്ങോട്ട് നിങ്ങൾ ഓടാൻ നിൽക്കണ്ട, വേറെ എങ്ങോട്ട് നിങ്ങൾ പോവാൻ നിൽക്കണ്ട. ഈ അമലൊന്ന് ചെയ്ത് നോക്കുക. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതാണ് അമൽ, ഏതാണ് അമൽ? നമ്മൾ അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ, ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇതെപ്പോഴും സൂചിപ്പിക്കാനുള്ള കാരണം, കുറേ ആളുകൾ വിളിച്ച് ചോദിക്കുന്നവരുണ്ട്. വിളിച്ചു ചോദിക്കാതെ, ബുക്കിംഗ് ചെയ്യാതെ നേരിട്ട് കാണാൻ വരുന്നവരുണ്ട്. അവർക്കൊന്നും ബുദ്ധിമുട്ടാവണ്ട എന്നുള്ള നിലക്കാണ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. ഇനി നേരിൽ കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടം. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാം. നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാവിധ അടങ്ങേറുകളും, എല്ലാവിധ മുസീബത്തുകളും ബലാകളും തീർത്ത് ജീവിതത്തിൽ അല്ലാഹു റാഹത്തും അഭിവൃദ്ധിയും അല്ലാഹു നൽകട്ടെ. ജീവിതത്തിൽ വലിയ വിജയം അല്ലാഹു എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഏതാണ് അമൽ? ഈ അമൽ നമ്മൾ ചെയ്യേണ്ടത് 21 ദിവസമാണ്. 21 ദിവസം. ഈ സ്ത്രീകൾക്ക് സംശയം ഉണ്ടാവും, 21 ദിവസം ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാരെങ്കിലും ഏൽപ്പിക്കുക, ഓതാനും മന്ത്രിക്കാനും. എന്നിട്ട് 21 ദിവസം ഈ അമല് നിങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. ഏതാണ് അമൽ? ഈ അമല് ചെയ്യാൻ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് സിമ്പിളായിട്ട്, നിങ്ങളൊന്നും ചെയ്യണ്ട. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സിമ്പിളായിട്ട് തോന്നും. ഇതാണോ? എല്ലാ മുഅ്മിനീങ്ങളെ, ഇത് വലിയ പവറായിട്ടുള്ള അമൽ. കുറച്ച് വെള്ളം എടുത്തിട്ട്
അതിലേക്ക് ഒരു 11 പ്രാവശ്യം അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം 11 പ്രാവശ്യം ചൊല്ലാം. എന്നിട്ട് ഈ വെള്ളത്തിൽ മന്ത്രിക്കുക. ഈ വെള്ളത്തിൽ മന്ത്രിച്ച് പിന്നെ ഒരു 11 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക. പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ യാസീൻ. യാസീൻ ഓതുന്ന സമയത്ത് ഓരോ മുബീനിലും 7 മുബീനുണ്ടല്ലോ, ഓരോ മുബീനിലും എന്ത് ചെയ്യാം? ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തു സ്വാഫാത്ത് വസ്വാഫാത്ത് ഓതി ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ഇതെല്ലാം മന്ത്രിച്ച് അവിടെ മാറ്റിവെച്ചതിന് ശേഷം ഒരു 7 മണി കുരുമുളക് എടുക്കുക, ഉണക്ക കുരുമുളക്. ഒരു 7 മണി കല്ലുപ്പെടുത്തതിന് ശേഷം അതിലേക്ക് സൂറത്തുൽ ഫീൽ 11 പ്രാവശ്യം ഓത്. ഓരോ പ്രാവശ്യം ഓതുമ്പോഴേക്കും ഇതിലേക്ക് മന്ത്രിക്കാം. വെള്ളം മന്ത്രിച്ച് ഒരു 7 മണി കുരുമുളക് എടുക്കുക, 7 മണി കല്ലുപ്പെടുത്തതിലേക്ക് മന്ത്രിച്ചതിന് ശേഷം ഇത് നേരെ കൊണ്ടുപോയി അടുപ്പിലിട്ട് കരിയിച്ച് കളയാം. അതിന്റെ ചാരം കരി അവിടെ മാറ്റിവെക്കാം. എന്നിട്ട് നല്ല ശുദ്ധിയായ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ വെള്ളം, നമ്മൾ മന്ത്രിച്ച് വെച്ച വെള്ളം ബാത്റൂമിൽ നോയിക്കരുത്. കുളിച്ചതിന് ശേഷം നിങ്ങൾ പോയി കുളിച്ചു വന്നതിന് ശേഷം ഈ വെള്ളം കൊണ്ട് ശുദ്ധിയായ സ്ഥലത്ത് പോയിക്കൊണ്ട് ശരീരത്തിൽ ആ സകലങ്ങ് ഭാര്യ, നിന്റെ സിഹർ മാറും, നിന്നിലേക്കുള്ള കണ്ണേറ് മാറും, നാപ്പലം മാറും, ആരെങ്കിലും പ്രാക്കുണ്ടെങ്കിൽ മാറും, നിങ്ങളൊരു വല്ലാതിരിക്കുന്ന ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ മാറും, ടെൻഷൻ മാറും, എല്ലാവിധ കെട്ടുകളും പൊട്ടിപ്പോകും, പൈശാചികമായിട്ടുള്ള കെട്ടുകൾ പൊട്ടിപ്പോകും. ഒരു പിശാചും പിന്നീട് എന്നെ ഉപദ്രവിക്കൂല. ഇത് തുടർച്ചയായി എത്ര ദിവസം ചെയ്യണം? 21 ദിവസം. 21 ദിവസം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസം, സ്ത്രീകൾക്ക് പറ്റാത്ത ദിവസം മറ്റുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഇതെ കൊണ്ട് ഒഴിഞ്ഞിട്ട് അടുപ്പിലിട്ട് കരിയിക്കുക. ഒഴിയണം, തല ചുറ്റി ഒഴിയണം, എന്നിട്ട് അടുപ്പിലിട്ട് കരിയിക്കുക. വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. 21 ദിവസം തുടർച്ചയായി ചെയ്താൽ നിന്നിലുള്ള സിഹർ ബാത്തിലാകും, പൈശാചികമായിട്ടുള്ള ഉപദ്രവം നീങ്ങും. ആരാണോ നിനക്ക് വേണ്ടി ഇത്രം തന്ത്രങ്ങൾ ചെയ്തത് അവൻ നിന്നിലേക്ക് അടുത്തു വരും, കാണാമെന്നും. അതുകൊണ്ട് ഈ അമല് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചെയ്യാൻ തയ്യാറാവും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇങ്ങനെ ധാരാളം അമലുകൾ ഓരോ വിഷയത്തിനായിട്ട് നമ്മൾ അമലുകൾ പറയാറുണ്ട്. സ്വീകരിക്കുന്നവരുണ്ട്, ഏറ്റെടുക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെയും ഇത്ര ബുദ്ധിമുട്ടുള്ള ആളുകളെ ഏറ്റെടുക്കുക, സ്വീകരിക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം, സന്തോഷം അറിയിക്കാം, അൽഹംദുലില്ലാഹ് എന്നൊരു കമന്റ് രേഖപ്പെടുത്തുക. തങ്ങളെ ഈ അമല് ഞാൻ സ്വീകരിക്കട്ടെ എന്നൊരു സമ്മതം ചോദിക്കാൻ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. ഈ മജ്‌ലിസിനോടൊപ്പം ചേരാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഗ്രൂപ്പിൽ ചേരാൻ ആ നമ്പറിൽ മെസ്സേജ് അയക്കാം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.